നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രചരണം ഊർജിതമാക്കിക്കൊണ്ട് ചുവരെഴുത്ത് ക്യാമ്പയിന് തുടക്കമിട്ടിരിക്കുകയാണ് BJP. പാർട്ടി അധ്യക്ഷൻ JP നദ്ദ ദില്ലിയിൽ താമര വരച്ചുകൊണ്ടാണ് പ്രചരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ദില്ലി കരോൾ ബാഗിൽ താമര വരച്ച് പാർട്ടി അധ്യക്ഷൻ രാജ്യവ്യാപകമായി തന്നെ ചുവരെഴുത്ത് പ്രചരണത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി മോദി സർക്കാർ എന്ന മുദ്രാവാക്യത്തിന്റെ പ്രചരണവും പാർട്ടി സജീവമാക്കുന്നുണ്ട്. എന്തായാലും ഇതിന് തൊട്ടു പിന്നാലെ വിവിധ സംസ്ഥാനങ്ങളിൽ ചുവരെഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അടുത്ത മാസം ആദ്യം ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി BJPയുമായി അടുത്ത വൃത്തങ്ങൾ സൂചന നൽകുന്നു. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ നേരത്തെ തുടങ്ങിയ പ്രചരണം വലിയ തോതിൽ സഹായിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തലുമുണ്ട്. എന്തായാലും വിജയ സാധ്യതയുള്ള 160 മണ്ഡലങ്ങളിൽ വോട്ട് ഉറപ്പിക്കാനാണ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ ഇറക്കാനുള്ള പാർട്ടിയുടെ നീക്കം വന്നിരിക്കുന്നത്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചില മണ്ഡലങ്ങൾ കൂടി ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. രാജ്യസഭയിൽ 2 ടേം പൂർത്തിയാക്കിയ കേന്ദ്ര മന്ത്രിമാരുൾപ്പെടെ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിന് ഇറങ്ങുമെന്ന് തന്നെയാണ് സൂചന. അത് മാത്രമല്ല, ചില സർപ്രൈസ് സ്ഥാനാർത്ഥികളെ കൂടി ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കാമെന്നും പറയപ്പെടുന്നു. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിൽ എത്തുന്നതോടുകൂടി കേരളത്തിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ചൂടുപിടിക്കുമെന്ന് ഉറപ്പാണ്. മോദിയുടെ തൃപ്രയാർ ശ്രീരാമക്ഷേത്ര സന്ദർശനം അയോധ്യ കേരളത്തിൽ ഒരു സജീവ ചർച്ചയാക്കി നിർത്താനുള്ള BJPയുടെ തന്ത്രത്തിന്റെ ഭാഗം കൂടിയാണ്. എന്തായാലും മോദിയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യവുമായി K. സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര ഉദ്ഘാടനത്തിനായി JP നദ്ദ ഉൾപ്പെടെയുള്ളവർ ഉടൻ തന്നെ കേരളത്തിൽ എത്തും എന്നും പറയപ്പെടുന്നു. അങ്ങനെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ മുന്നോടിയായി തന്നെ BJP സജീവമായി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.